എറണാകുളം ചേന്നമംഗലത്തെ ഒരു കുടുംബത്തിലെ 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തി. കൊലപാതകത്തിന് പിന്നിൽ അയൽവാസിയുമായുള്ള തർക്കം. വിശദാംശങ്ങളുമായി ഇപ്പോൾ വൃന്ദ ഗോവിന്ദ് ചേരുന്നുണ്ട്. വൃന്ദ, വളരെ മൃഗീയമായിട്ടുള്ളൊരു കൊലപാതകമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? ഹരിത, ഇന്ന് വൈകിട്ടാണ് നാടിനെ നടുക്കിയ അരും കൊല നടന്നത്. എറണാകുളം ചേന്നമംഗലത്ത് ഒരു വീട്ടിലെ 3 പേരെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. വേണു, വിനിഷ, ഉഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഒരു കുടുംബത്തിലെ അച്ഛൻ, അമ്മ, മരുമകൾ എന്നിവരാണ്. ഈ വേണു ആണ് കുടുംബനാഥൻ. ഉഷ അവരുടെ ഭാര്യ, വേണുവിന്റെ ഭാര്യ ഉഷ, മരുമകൾ വിനീഷ എന്നിവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 4 അംഗ കുടുംബമാണ് ആക്രമണത്തിനിരയായിരിക്കുന്നത്. ഇതിൽ വേണു, ഉഷ ദമ്പതികളുടെ മകൻ ജിതിൻ, അതായത് വിനീഷയുടെ ഭർത്താവ് കൂടിയായ ജിതിൻ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അതോടൊപ്പം തന്നെ കൊലപാതകത്തിൽ ഋതു എന്നയാളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാൾ അയൽവാസിയാണ്. ഈ അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഋതു എന്ന അയൽവാസിയായ ഋതുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. പറവൂർ താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ 3 പേരുടെയും മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. വളരെ മൃഗീയമായിട്ടാണ് ഈ 3 പേരെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. കൂടാതെ തന്നെ ഇതിൽ മകൻ ജിതിൻ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു തർക്കം, ഈ അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതി മാനസിക പ്രശ്നമുള്ള ആളാണോ എന്നുള്ള ഒരു സംശയം ഉണ്ട് എന്നുള്ളത് റൂറൽ SP പറഞ്ഞിരിക്കുകയാണ്. ഇയാൾ ലഹരിക്ക് അടിമയാണോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ഇയാൾ നേരത്തെയും പല കേസുകളിലും പ്രതിയാണ്. 3 കേസുകളിലടക്കം ഇയാൾ പ്രതിയാണ് എന്നുള്ളതും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2022 മുതൽ റൗഡി ലിസ്റ്റിൽ ഉള്ള ആളാണ് ഈ ഋതു. ഈ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഋതു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വടക്കൻ പറവൂർ, വടക്കേക്കര സ്റ്റേഷനുകളിൽ അടക്കം ഇയാളുടെ പേരിൽ കേസുണ്ട്. നിലവിൽ 3 കേസുകളിലെ പ്രതിയാണ് ഇയാൾ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ അടിപിടി കേസിലടക്കം ഈ വടക്കൻ പറവൂരിൽ ഈ ഒരു പ്രതിക്കെതിരെ കേസ് നിലനിൽക്കുന്നുണ്ട്. നിലവിൽ 3 പേര്, ഒരു കുടുംബത്തിലെ 4 അംഗ കുടുംബത്തിലെ 3 പേരെയാണ് അതിദാരുണമായി ഈ പ്രതി ഋതു, അയൽവാസിയായ ഋതു, അടിപിടി കേസെല്ലാം നിലവിലുള്ള ഈ ഒരു ഋതു വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. വേണുവിന്റെ ഭാര്യ ഉഷ, അതോടൊപ്പം ഇവരുടെ മരുമകൾ വിനീഷ എന്നിവരാണ് ഇപ്പോൾ ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ വേണു, ഉഷ ദമ്പതികളുടെ മകൻ ജിതിൻ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. ഹരിത. ശരി, വൃന്ദയാണ് വിശദാംശങ്ങൾ നൽകിയത്.